Hi friends, welcome to English Mithra and welcome to FAQ session. നിങ്ങൾ കോമൻറ്റ് സെക്ഷനിൽ ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങളൊന്ന് സെലക്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ക്വസ്റ്റ്യൻസ് ആണെന്ന് തോന്നിയത് മാത്രം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന നല്ല ക്വസ്റ്റ്യൻസ് ആണെന്ന് തോന്നിയത് മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ആദ്യം ആര് വായിക്കുന്നത്? ഞാൻ വായിക്കാം. സോ ക്വസ്റ്റ്യൻ ഇതാണ്, വില്ലിന്റെ പാസ്റ്റ് ആണല്ലോ വുഡ്. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഐ വുഡ് ലൈക്ക് ടു എന്ന് പറയുന്നതെന്ന്? അവിടെ പാസ്റ്റ് ടെൻസ് വന്നില്ലേ എന്നാണ് ക്വസ്റ്റ്യൻ. ഐ വുഡ് ലൈക്ക് ടു എന്ന് പറയുന്നത് ഐ വുഡ് ലൈക്ക് ടു ഡ്രിങ്ക് കപ്പ് ഓഫ് കോഫി എന്ന് പറയുമ്പോഴത്തേക്ക് പ്രസന്റിലാണല്ലോ നമ്മൾ പറയുന്നത്. അതെന്താ അങ്ങനെ പറയുന്നത്? സി ഐ വുഡ് ലൈക്ക് ടു എന്ന് പറയുന്നത് ഒരു എക്സ്പ്രഷൻ ആണ്. അതിൽ ഗ്രാമറുമായിട്ട് ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഗ്രാമർ. ഐ വുഡ് ലൈക്ക് ടു എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എക്സ്പ്രഷൻ ഷോയിങ് യുവർ ലൈക്ക്നെസ്. എന്താണ് ഇഷ്ടം, എന്ത് ചെയ്യാനാണ് താല്പര്യം എന്ന് കാണിക്കുന്ന ഒരു എക്സ്പ്രഷൻ. അപ്പം അതിൻ്റെ നമ്മൾ ഗ്രാമർ നോക്കുന്നില്ല. അതാണ് അതിൻ്റെ ഉത്തരം. യെസ്. അപ്പോൾ സോ ഇനി അടുത്ത എൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ, ഇഫ് ഹി സ്റ്റോപ്സ് പ്ലേയിങ് ഗെയിംസ് he will score better mark. Here if he stops play games എന്നല്ലേ വരിക. I think she is confused because സ്റ്റോപ്പും പ്ലേയും. അതെ, ഇഫ് ഹി സ്റ്റോപ്സ് എന്നുള്ളതൊക്കെ പ്രസന്റിൽ കിടക്കാതെ ഇനി പ്ലേയിങ് എന്തുകൊണ്ടാ വന്നത്? സ്റ്റോപ്സ് പ്രസന്റിലാണ്, പ്ലേയിങ് എന്തുകൊണ്ടാ വന്നേന്നുള്ള പോലെ. അപ്പൊ ഇവിടെ പ്ലേയിങ് ഉള്ളത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് വേർബിനെ മാറ്റിയേക്കുന്നതല്ല. ഇവിടുത്തെ പ്ലേയിങ് എന്ന് പറയുന്നത് ജെറൻഡ് ആണ്, നൗൺ വിത്ത് an ing form. അതാണ് ജെറൻഡ് എന്ന് പറയുന്നത്. അതാണ് നൗൺ വിത്ത് നൗൺ ing ഫോമിലേക്ക് വരുന്നതിനെയാണ് ജെറൻഡ്. അതായത് ഒരു വേർബിന്റെ കൂടെ നമ്മൾ ing ഇടുന്ന സമയത്ത് ചില സമയത്ത് അതൊരു നൗൺ ആയിട്ട് ആക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ ആക്ട് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ ജെറൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഹി സ്റ്റോപ്സ് പ്ലേയിങ് ഗെയിംസ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ആണ് ഇവിടുത്തെ വേർബ് വരുന്നത്, പക്ഷെ പ്ലേയിങ് ആണ് ഇവിടെ ജെറൻഡ് ആയിട്ട് വരുന്നത്. ഗെയിംസിന്റെ കൂടെ പ്ലേയിങ് ഇവിടെ ജെറൻഡ് ആണ്. അതുകൊണ്ട് എന്താവും, ഇഫ് ഹി സ്റ്റോപ്സ് പ്ലേയിങ് ഗെയിംസ് ഹി വിൽ സ്കോർ ബെറ്റർ മാർക്സ് എന്നാണ്. അതെ, ബെറ്റർ മാർക്സ് എന്ന് വരും. ഓക്കെ. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെസ്റ്റോറന്റ്, ഹോട്ടൽ, കോഫി ഷോപ്പ് ഇതെല്ലാം സെയിം ആണല്ലോ, പിന്നെ എന്തിനാണ് വേറെ വേറെ പേര് പറയുന്നത്? എല്ലാ ചെടി മരം ഇതെല്ലാം ഒന്നിനകത്താണല്ലോ, പിന്നെ എന്തിനാണ് പല പേര് പറയുന്ന പോലെ എന്നുള്ള പോലെ ഉണ്ട്. സംഭവം എന്താന്ന് വെച്ചാല് റെസ്റ്റോറന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, ലഞ്ച്, സപ്പർ, ബ്രഞ്ച് ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? റെസ്റ്റോറൻറ്റ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഹോട്ടൽ ഈസ് എ പ്ലേസ് വെർ യു ക്യാൻ സ്റ്റേ ഓൾസോ. യു ക്യാൻ സ്റ്റേ അറ്റ് എ ഹോട്ടൽ. പിന്നെ ദെൻ കംസ് കോഫി ഷോപ്പ് വെർ യു ഹാവ് കോഫി, ടീ ആൻഡ് സ്നാക്സ്. അതാണ് വ്യത്യാസം. ക്ലിയർ ആണല്ലോ? അല്ല, പക്ഷെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ ഹോട്ടൽ എന്തുവാ? അതെ, ഹോട്ടൽ ശരവണ, ഹോട്ടൽ ശരണ്യ, ഇതൊക്കെ ഹോട്ടൽ. അപ്പൊ നമ്മൾ ആക്ച്വലി ലൈക്ക് മലയാളീസിന് ആ ഒരു ഇഷ്യൂ വരും. അതെ, അതല്ല കേട്ടോ, ശ്രദ്ധിക്കുക, ഇതിന്റെ മീനിങ് ഇങ്ങനെയൊക്കെയാണ്. ശരി, അടുത്തത് എനിക്കൊന്ന് രേവതിയെ ചോദിക്കണം. കോൾ വന്നാൽ ആരെയാ വേണ്ടത് എന്ന് എങ്ങനെ ചോദിക്കും? കോൾ വന്നാൽ ലൈക്ക് ഒരു കോൾ വരികയാണ്, സംസാരിക്കേണ്ടതെന്നുള്ള പോലെ. Whom would you like to connect to? Or whom do you want to talk to? Who do you like to have on call? Yes, correct. അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, ഇനി അടുത്തത് ടീച്ചർ. എ ബിറ്റ്, എ ലിറ്റിൽ രണ്ടും ഒരേ സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ കഴിയുമോ അതോ വ്യത്യാസമാണോ? ഇതെനിക്ക് തോന്നുന്നത് എൻ്റെ വീഡിയോയുടെ ഇതിൽ വന്നാണ്, പക്ഷെ ലൈക്ക് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടാത്തതാണ്. എ ബിറ്റും എ ലിറ്റിലും is of like we use it in the same way. ഒരു ലിറ്റിൽ ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ, ബട്ട് സ്റ്റിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. സെയിം വേ, രണ്ടും ഒരേപോലെ. ഒരു എക്സ്പ്രഷൻ ആണ്. എക്സ്പ്രഷൻ can you wait a bit, കുറച്ച് നേരം വെയിറ്റ് ചെയ്യോ, can you wait a little എന്ന് നമ്മൾ അങ്ങനെ പറയാറില്ല. so then again ലിറ്റിൽ ഡിഫറൻസേ ഉള്ളൂ, ഡസൻറ്റ് മേക്ക് എനി ബിഗ് ഡിഫറൻസ് ഓർ എനിത്തിങ്. ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത എൻ്റെത് ഹാവ് യു ഹാഡ് ഫുഡ് എന്ന് ചോദിക്കുമോ? ഹാവ് യു ഹാഡ് ഫുഡ് എന്ന് ചോദിക്കാം. ബിക്കോസ് ഹാവ് യു ഈറ്റൺ ഫുഡ് എന്ന് നമ്മൾ പറയുമല്ലോ, അപ്പൊ അതിന് ഈറ്റണിന് പകരം ഹാഡ് യൂസ് ചെയ്യാമല്ലോ. അപ്പം ഹാവ് യു ഹാഡ് ഫുഡ് ഇസ് കറക്റ്റ്. ഓക്കെ, ഐ ഹാവ് ഗോൺ ടു ദുബായ്. ഐ ഹാവ് ബീൻ ടു ദുബായ്ക്ക് പകരം ഐ ഹാവ് ഗോൺ ടു ദുബായ് എന്ന് പറഞ്ഞുകൂടെ എന്നായിരുന്നു എനിക്ക് തോന്നുന്നു. അതെ, ബട്ട് ദാറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഐ ഹാവ് ഗോൺ ടു ദുബായ് അല്ലെങ്കിൽ ഐ ഹാവ് ബീൻ ടു ദുബായ് എന്ന് വെച്ചാൽ എന്താ? ഞാൻ ദുബായ് പോയിട്ട് തിരിച്ചു വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ പിന്നെ പോയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഐ ഹാവ് ഗോൺ ടു ദുബായ് എന്ന് വെച്ചാൽ ഞാൻ ദുബായിൽ പോയി, തിരിച്ചു വന്നിട്ടില്ല, ഞാൻ എപ്പോഴും ദുബായിലാണ്. അപ്പോൾ എന്നൊരാൾ വിളിച്ചിട്ട് നീ എവിടെ പോയേക്കോന്ന് ചോദിക്കുമ്പം
ഐ ആം ഇൻ ദുബായ് എന്ന് പറഞ്ഞാൽ പോരെ, ഐ ഹാവ് ഗോൺ ടു ദുബായ് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ്. പറയാം നിങ്ങൾക്ക് അങ്ങനെ, ബട്ട് ആക്ച്വലി ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ്. നമ്മളിപ്പോൾ നമ്മുടെ ലെവൽ ടെസ്റ്റ് ക്വസ്റ്റ്യനിൽ പോലും നമ്മൾ ഞാൻ ദുബായിൽ പോയിട്ടുണ്ടെന്നുള്ളതിന് ഐ ഹാവ് ഗോൺ ടു ദുബായ് എന്നുള്ളത് ഒരു ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രാമർ അറിയാത്തതുകൊണ്ടോ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ അറിയാത്തതുകൊണ്ടോ അല്ല ഈ മിസ്റ്റേക്ക് വരുന്നത്. പോയിട്ടുണ്ട്, പോയി, ഗോൺ, ആ ഒരു മിസ്റ്റേക്ക് വരുന്നുണ്ട്. നമ്മുടെ ലെവൽ ടെസ്റ്റിൽ ആൻസർ ഒരു ഓപ്ഷനായിട്ട് വെച്ചിട്ടുണ്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് കറക്റ്റ്. ഐ ഹാവ് ബീൻ ടു ദുബായ് അല്ലെങ്കിൽ ഐ ആം ഇൻ ദുബായ് എന്നാണ് അർത്ഥം, അല്ല എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള യൂസേജ്. പോയിട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ ഐ ഇൻ ദുബായ് എന്ന് പറഞ്ഞാൽ പോലെ. ഞാൻ ദുബായ് കണ്ടിട്ടുണ്ട് എന്നൊക്കെയുള്ള വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥം. അതായത് നീ ദുബായി പോയിട്ടുണ്ടോ, അതിൻ്റെ അർത്ഥം നീ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോയിട്ടുണ്ട്, അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ഞാൻ പോയി തിരിച്ചു വന്നു, ഞാൻ ഇപ്പോഴും അവിടെ ആണെങ്കിൽ അതാണല്ലോ, അങ്ങനെയാണ് എൻ്റെ കറക്റ്റ് യൂസേജ്. ഓക്കെ, ഇനി അടുത്തത് ഓക്കെ ഞാനല്ലേ ചോദിക്കണ്ടേ, അത് അങ്ങനെ ആവണം എന്നില്ല, അത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? You can say it's not necessary that it should be so, it be so, it should be so, അങ്ങനെ നമുക്ക് പറയാം. It might not be that, it may not be that, അങ്ങനെയൊക്കെ പറയാം. അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്, ഇന്ന് മഴയത്ത് ഡ്രൈവ് ചെയ്യാം. ഇന്ന് മഴയത്ത് ഡ്രൈവ് ചെയ്യാം. Oh, I think that's a different question. Wait. Could and mightന്റെ ഡിഫറൻസ് എൻ്റെ പൊന്നു. Could and mightന്റെ ഡിഫറൻസ്. Could and might can be used in the same way to talk about possibility. For example, it might rain today. ഇന്ന് മഴ പെയ്തേക്കാം. It could rain today. ഇന്ന് മഴ പെയ്തേക്കാം അല്ലേ? But then again, could has an other usages also. For example, you can use could to make request, to ask permission. Right. And like for example, could you please move? Could I go? Could you give me? Could you pass me the salt? അങ്ങനെ റിക്വസ്റ്റ് ചോദിക്കാൻ എടുക്കാം. പിന്നെ then another usage is could is used to talk about past ability. I could run 20 miles when I was young എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് വാസ് അബൌട്ട് പാസ്റ്റിൽ നമുക്കുണ്ടായിരുന്ന ഒരു കഴിവിനെ കുറിച്ചാണ് പറയുന്നത്. ആ രണ്ട് യൂസേജ് കുഡിനാണുള്ളത്, അത് മൈറ്റിനില്ല. സോ ദാറ്റ് മേക്സ് ഇറ്റ് ഡിഫറെന്റ് ഫ്രം മൈറ്റ്, റൈറ്റ്? ഇനി അടുത്ത കേസസിൽ പോസിബിലിറ്റിക്ക് രണ്ടും ഇന്റർചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാം. യെസ്. ഇനി അടുത്ത കേസിൽ അടുത്ത ഞാനല്ലേ ചോദിക്കണ്ടേ, ഇഫ് യു സ്റ്റഡീഡ് മോർ യു വുഡ് ഹാവ് പാസ് ദ എക്സാം എന്ന് പറഞ്ഞാൽ ശരിയാണോ? If you studied more, I mean, അവിടെയും എനിക്കൊരു മലയാളം ട്രാൻസ്ലേഷൻ. അതെ, അതെന്താ കാരണം? If you studied better, you would have passed the. If you had വേണം അവിടെ. If you had studied better, you would have passed the exam. Because it's a situation, it's a hypothetical situation, unreal situation. നമ്മൾ പറയാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ, അതായത് അവൻ കൂടുതൽ പഠിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ റിസൾട്ട് വേറെ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഹൈപ്പോത്തറ്റിക്കൽ അൺറിയൽ സിറ്റുവേഷൻസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇഫ് കഴിഞ്ഞിട്ട് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വരണം, അത് നിർബന്ധമാണ്. ഇഫ് യു സ്റ്റഡീഡ് മോർ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ വീണ്ടും നീ കൂടുതൽ പഠിച്ചെങ്കിൽ എന്നാണ് വരുന്നത്. പഠിച്ചിരുന്നെങ്കിൽ എന്നല്ല, പഠിച്ചെങ്കിൽ എന്നാ വരുന്നത്. സോ പഠിച്ചിരുന്നെങ്കിൽ എന്ന് വരുമ്പോഴത്തേക്ക് ഹാഡ് വരണം കേട്ടോ. ദാറ്റ് ഈസ് ദ മിസ്റ്റേക്ക് ദർ. അതാണ് ഒരു തെറ്റാണ്. ഓക്കെ, വീവ് കവേർഡ് 10 questions. ഇനി ഞാൻ കുക്കി ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല, ബിക്കോസ് ഐ എം നോട്ട് വെൽ. അതുകൊണ്ട് ഞാൻ കുക്കി ക്വസ്റ്റ്യൻ ഒന്നും കൊടുത്തില്ല, പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബട്ട് ഇഫ് യു ഹാവ് ഡൗട്ട്സ് ലൈക്ക് ദിസ്, ഡെഫിനറ്റ്ലി ഷെയർ വിത്ത് അസ്. ഞങ്ങളത് ഉറപ്പായിട്ടും ഇതുപോലെ സീരീസ് ആക്കി ഇത് ചെയ്യുന്നതായിരിക്കും, പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ഇതുപോലത്തെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യുക കോമെന്റ് സെക്ഷനിൽ. പിന്നെന്തായിരുന്നു, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നവർക്ക് ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇംഗ്ലീഷ് മിത്രയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ എടുക്കാനും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. കൗൺസിലേഴ്സിനോട് ചോദിച്ച് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്നൊരു കോഴ്സാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. ഓക്കെ, അപ്പം ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ ആൻഡ് ദിസ് ഇസ് അക്ഷയ അബ്രഹാം signing off from English Mithra. Thank you and have a great day. Bye. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്. തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.